ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതൊരു ഹോമിയോയുടെ ഹെയർ ഗ്രോ ജെല്ലാണ് കേട്ടോ. ഇത് ആക്ച്വലി നമ്മുടെ ഹോമിയോ മെഡിക്കൽ സ്റ്റോറിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഓൺലൈൻ സൈറ്റുകളൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണെന്ന് പറയുന്നുണ്ട്. എന്നാലും നിങ്ങൾ മാക്സിമം വാങ്ങുമ്പോൾ ഹോമിയോയുടെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് തന്നെ വാങ്ങുക. ഹെയർ ഗ്രോ ജെല്ലാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു പാക്ക്. ഇതിങ്ങനെ തന്നെ കാണിച്ചു കൊടുക്കുക. ഈ ഒരു ജെല്ല് തന്നെ വേണം പറയുക. ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്ത് ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. ഒരു ഗ്രീൻ കളറാണ് കേട്ടോ. ഇത് ആക്ച്വലി ഇതിൻ്റെ സ്റ്റോറി ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ചെറുതിലെ മുതലേ എൻ്റെ ഹെയറിൽ ചെറുതായിട്ട് ചെറിയ ചെറിയ ഹെയറുകൾ, അതായത് വലുതും ചെറിയ കുട്ടി കുട്ടിയായിട്ടുള്ള മുടികളും ഒക്കെ ഉണ്ടാവും. നരയുണ്ടായിരുന്നു. ഒരു തലയിൽ അവിടെ ഇവിടെയൊക്കെ നോക്കുക, ഒരു 10-20 മുടിയൊക്കെ എനിക്കിങ്ങനെ നരയുണ്ടാവും. ഇത് കണ്ടോ, ഒരു ജെല്ലി കൺസിസ്റ്റൻസിയാണ്. നല്ലൊരു സ്മെല്ലും ഒക്കെയാണ് കേട്ടോ. ഇത് നമുക്കിതാ ഇതുപോലെ നമ്മുടെ കയ്യിലിങ്ങനെ റബ്ബ് ചെയ്തതിന് ശേഷം തലയോട്ടിയിൽ, മുടിയിൽ തേക്കേണ്ട, തലയോട്ടിയിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. രാത്രി കിടക്കുന്നതിന് മുന്നേ വേണം മസാജ് ചെയ്തിട്ട് കിടക്കുക കേട്ടോ. ഒരുപാട് വലിയ ക്വാണ്ടിറ്റിയിലൊന്നും എടുക്കേണ്ട, ചെറിയൊരു അളവിലെടുക്കുക. നമ്മുടെ വിരലുകളിൽ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നല്ലപോലെ തലയോട്ടിയിൽ തേച്ച് പിടിപ്പിക്കുക. ഒരു കാരണവശാലും മുടിയിൽ തേക്കേണ്ട ആവശ്യമില്ല, തലയോട്ടിയിൽ മാത്രം മതി കേട്ടോ. സ്കാൽപ്പിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക ഉറങ്ങുന്നതിന് മുന്നേ. അപ്പോൾ എനിക്കിങ്ങനെ കുഞ്ഞിലെ മുതലേ തലയിൽ ഇങ്ങനെ നരയുണ്ടാവും, അങ്ങും ഇങ്ങുമൊക്കെ ഉണ്ടാവും. എല്ലാവരും ഇങ്ങനെ ചോദിക്കാറുണ്ട് എന്താ എപ്പോഴേ നരച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാനൊരു 8th സ്റ്റാൻഡേർഡൊക്കെ ആയപ്പോൾ ഞാൻ അടുത്തുള്ളൊരു ഹോമിയോ ഹോസ്പിറ്റലിൽ, അതായത് അതൊരു ഗവൺമെൻറ് ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പോയിട്ട് പല രീതിയിൽ അസുഖങ്ങൾക്കൊക്കെ മെഡിസിൻസൊക്കെ വാങ്ങുന്നതെന്ന് കണ്ടപ്പോൾ ഞാൻ കൂടെ പോയതാണ്. ഞാൻ അടുത്തുള്ള റിലേറ്റീവ്സിൻ്റെയൊക്കെ കൂടെ പോയ സമയത്ത് എന്തിനാ, ചുമ്മാ നമുക്കൊരു രസമാണല്ലോ, ഫ്രീയും ആണ്. അപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചപ്പോൾ എന്തിനാ കാണിക്കാൻ പറ്റുക നോക്കുമ്പോൾ എനിക്കങ്ങനെ അസുഖങ്ങളൊന്നുമില്ല, പനിയോ അങ്ങനെ ഒന്നുമില്ല ആ ടൈമിൽ. ജസ്റ്റ് കൂടെ പോയതാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ക്യൂവിൽ നിൽക്കുകയാണ്. ക്യൂവിൽ നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ തലയിൽ മുടി നരയ്ക്കുന്നുണ്ട്, അതിനെന്തെങ്കിലും മെഡിസിൻ ഉണ്ടോ ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ ഒരു രസത്തിന് കയറിയതാണ്. അങ്ങനെ ഡോക്ടറെ അടുത്ത് കയറിയിട്ട് പറഞ്ഞു ഇങ്ങനെ മുടി നരയ്ക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ 8th ആ സമയത്ത് എൻ്റെ ഹെയറൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ആ ഡോക്ടർ എനിക്ക് ഈ ഒരു ജെല്ല് പ്രിസ്ക്രൈബ് ചെയ്തു. ഞാനന്ന് വാങ്ങുമ്പോൾ ഇതൊരു ബോട്ടിലായിരുന്നു കേട്ടോ, ബോട്ടിലുള്ള ജെല്ലായിരുന്നു. ഇത് കൊണ്ടുവന്ന് ഞാൻ യൂസ് ചെയ്തു. അതായത് ഒരു 6 മന്ത്സോളം ഞാനിത് യൂസ് ചെയ്തതിന് ശേഷം എൻ്റെ തലയിൽ നര മാറി. അതായത് പിന്നെ ഏകദേശം എനിക്കൊരു ഓൾമോസ്റ്റ് ഒരു 28-30 ഇയേഴ്സൊക്കെ ആയപ്പോഴാണ് പിന്നെ അങ്ങും ഇങ്ങുമൊക്കെ നര കാണാൻ തുടങ്ങിയത്. ഈ ഒരു ജെല്ല് യൂസ് ചെയ്തതിന് ശേഷം എൻ്റെ തലയിൽ നരയേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്താ വെച്ചാൽ ഭയങ്കര ഡിഫറൻസ്, നല്ലൊരു ഇത് വന്നു. അതുപോലെ തന്നെ ഹെയർ നമുക്ക് കൊഴിയുന്നുണ്ടായിരുന്നു, മുടി ഹെയർ ലോസ് ഉണ്ടായിരുന്നു, അതൊക്കെ പെട്ടെന്ന് തന്നെ നിന്നു. ഏകദേശം ഞാനൊരു 6 മന്ത്സോളം യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ അടുത്ത് ഇത് കണ്ടിന്യൂസ് യൂസ് ചെയ്തോളൂ എന്നൊക്കെയാണ് പറഞ്ഞത്. ഇടയ്ക്ക് വരാൻ പറഞ്ഞു. പിന്നെ ഞാൻ പോയിട്ടൊന്നുമില്ല. പക്ഷേ ഒരു 6 മാസം ഞാനത് ഉപയോഗിച്ചു. ബോട്ടിൽ തീർന്നപ്പോൾ പിന്നീട് വാങ്ങിച്ചു. അങ്ങനെ മാറ്റമുണ്ടെന്ന് കണ്ടപ്പോൾ ഞാൻ കുറേ കാലം യൂസ് ചെയ്തു. പിന്നെ ഞാൻ തന്നെ അത് നിർത്തി. അതിനുശേഷം ഇപ്പോൾ എനിക്കിങ്ങനെ ഹെയർ നരയ്ക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ സെയിം ഒരു ഹോമിയോ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ഞാനിങ്ങനെ പറഞ്ഞു, എനിക്ക് പണ്ട് ഇങ്ങനെ ഹെയർ ഗ്രോ ജെല്ലെന്ന് മാത്രമേ എനിക്ക് പേര് ഓർമ്മയുള്ളൂ. ഒരു ഗ്രീൻ കളറാണ്, പണ്ട് ഇതുപോലെ ഒരു ജെല്ല് എനിക്ക് തന്നിട്ടുണ്ട്. അത് ഞാൻ യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് നര കുറവുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു മെഡിസിൻ ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഡോക്ടറോട് ചോദിച്ചപ്പോൾ ആ ഡോക്ടർ എനിക്ക് തന്നതാണ് ഈ ഒരു ജെല്ല്. ഇത് നമുക്ക് ഹോമിയോ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് തന്നെ നിങ്ങൾ വാങ്ങുക കേട്ടോ. കാരണം ഓൺലൈനൊക്കെ ഇതിപ്പോൾ അവൈലബിൾ ആണ്, ഞാൻ ചെക്ക് ചെയ്തപ്പോൾ. പക്ഷേ അത് എത്രത്തോളം എഫക്റ്റ് ഉണ്ടാവുമോ എന്നൊന്നും എനിക്കറിയില്ല. അപ്പം നമ്മളൊരു ഹോമിയോ മെഡിസിൻ ആകുമ്പോൾ എപ്പോഴും ഒരു ഹോമിയോ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് തന്നെ വാങ്ങാൻ ശ്രമിക്കുക. എന്നിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ സൂപ്പർബാണ്, നല്ല റിസൾട്ടാണ്. രാത്രി കിടക്കുന്നതിന് മുന്നേ മാത്രം യൂസ് ചെയ്യുക. പകലൊന്നും ഇത് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനുശേഷം ഹെയർ വാഷ് ചെയ്യേണ്ട ഒന്നും ആവശ്യമില്ല. രാത്രി കിടക്കുന്നതിന് മുമ്പ് ചെറിയൊരു ക്വാണ്ടിറ്റി എടുക്കുക. നമ്മുടെ വിരലിൻ്റെ പോയിൻറ്റിൽ മാത്രം, ഫിംഗേഴ്സിൻ്റെ പോയിൻറ്റിൽ മാത്രം നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് തലയോട്ടിയിൽ മാത്രം മസാജ് ചെയ്യുക. ഹെയറിലൊന്നും തേക്കേണ്ട, തലയോട്ടിയിൽ മാത്രം, നമ്മുടെ സ്കാൽപ്പിൽ മാത്രം നന്നായിട്ട് മസാജ് ചെയ്തിട്ട് മുടി നന്നായിട്ട് കെട്ടി വെച്ചിട്ട് കിടന്നുറങ്ങുക. രാവിലെ ഇത് വാഷ് ചെയ്ത് കളയേണ്ട ആവശ്യമൊന്നുമില്ല. സൂപ്പർബാണ്, നല്ല റിസൾട്ടാണ് ഹെയർ ലോസിനും. അതുപോലെ തന്നെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മുടി നരയ്ക്കാതിരിക്കാനും ഒക്കെ നമുക്ക്, ഇപ്പോൾ അകാല നരയൊക്കെ ഉള്ളവർ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യുക കേട്ടോ. അതായത് നമ്മൾ മുടി നരയ്ക്കുമ്പോൾ എപ്പോഴും സഡനായിട്ട് നമ്മൾ ഈ ഹെയർ ഡൈ, കെമിക്കലുള്ള ഹെയർ ഡൈസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മുടിയിൽ യാതൊരുവിധ മെഡിസിൻസും പിടിക്കില്ല.
ഹെയർ ഡൈ യൂസ് ചെയ്ത ഹെയറിൽ ഒരു മെഡിസിനും പിന്നീട് നമ്മൾ നരയ്ക്ക് വേണ്ടിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ യൂസ് ഉണ്ടാവില്ല. അപ്പോൾ എപ്പോഴും നമ്മുടെ ഹെയർ നരയ്ക്കാനൊക്കെ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെയുള്ള മെഡിസിൻസ് യൂസ് ചെയ്യുക. അതായത് ഇപ്പോൾ ഹോമിയോ ആണെങ്കിലും ആയുർവേദം ആണെങ്കിലും ആയുർവേദത്തിലൊക്കെ പല രീതിയിലുള്ള ഓയിൽസും കാര്യങ്ങളും ഉണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അത് നിങ്ങൾ യൂസ് ചെയ്യുക. അല്ലാതെ ആദ്യം തന്നെ ഹെയർ ഡൈ യൂസ് ചെയ്യരുത്. പിന്നെ നമ്മൾ അത് യൂസ് ചെയ്തുകൊണ്ട് ഒരു പ്രയോജനമില്ല. അപ്പോൾ മാക്സിമം നിങ്ങൾ മറ്റ് കാര്യങ്ങൾ യൂസ് ചെയ്തിട്ട് കുറച്ച് കാലം കൂടി അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുക. അതിനുശേഷം മാത്രമേ നിങ്ങൾ ഹെയർ ഡൈ എന്നൊക്കെ ഉള്ളൊരു രീതിയിലേക്ക് പോകാവുള്ളൂ കേട്ടോ. അകാല നരയൊക്കെ ആകുമ്പോൾ നമ്മൾ നല്ല മെഡിസിൻസും അതിനുള്ള പ്രോട്ടീൻസ് ഉള്ള സപ്ലിമെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ എടുത്തു കഴിയുമ്പോൾ അത് മാറുന്നതാണ്. അല്ലാതെ നമ്മൾ പെട്ടെന്ന് തന്നെ കെമിക്കലി ഉള്ള സാധനങ്ങൾ നമ്മുടെ ഹെയറിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് സൈഡ് എഫക്റ്റുകൾ നമുക്ക് വരും. ഹെയർ ലോസ് പോലെയും അതുപോലെ തന്നെ പല രീതിയിൽ, കാരണം നല്ല കെമിക്കൽസാണ് നമ്മുടെ തലയിൽ നമ്മൾ തേക്കുന്നത് അല്ലേ. അത് നമുക്ക് ചിലർ പറയാറുണ്ട് നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചയെ വരെ ബാധിക്കാറുണ്ട്. ഈ ഹെയർ ഡൈ യൂസ് ചെയ്തതിന് ശേഷം കാഴ്ചക്കുറവ് വന്നു എന്നൊക്കെ പറഞ്ഞൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. നമുക്കതിൻ്റെ കറക്റ്റായിട്ട് ഉള്ളതാണോ എന്ന് നമുക്കറിയില്ല. അത് പലരുടെ അനുഭവത്തിൽ നിന്നും ഓരോരുത്തർ പറയുന്നതായിരിക്കും. ഈ താഴ്ഭാഗത്ത്, അതായത് ഹോമിയോ മെഡിസിൻ എഴുതിയതിൻ്റെ താഴ്ഭാഗത്ത് ഒരു യെല്ലോയിഷ് കളറിൽ 40 അങ്ങനെ എന്തോന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. FORT എന്നോ അങ്ങനെ എന്തോന്നും കൂടി 40 എന്നെന്തോ എഴുതിയിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് ആ ഒരു ജെല്ല് തന്നെ നോക്കി വാങ്ങുക. നിങ്ങൾ ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം. പകൽ സമയത്തൊന്നും ഇത് യൂസ് ചെയ്യരുത്. കിടക്കാൻ നേരത്ത് മാത്രം ഞാൻ പറഞ്ഞ പോലെ ചെയ്യുക. ഡെയിലി യൂസ് ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല. ഇപ്പം നിങ്ങൾക്ക് എല്ലാ ദിവസവും യൂസ് ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ആഴ്ചയിൽ ഒരു 2-3 ദിവസമെങ്കിലും യൂസ് ചെയ്യുക കേട്ടോ. നല്ല ഒരു സ്മെല്ലാണ്, നല്ലൊരു മണമൊക്കെ ഉണ്ട് കേട്ടോ. ശരിക്കും നമ്മുടെ ഈ കറ്റാർവാഴയുടെ ജെല്ല് നമ്മൾ അലോവേര ജെല്ലൊക്കെ വാങ്ങില്ലേ, ഒരു ഗ്രീൻ കളറിലുള്ളത്, പ്ലെയിൻ ആയിട്ടുള്ളതല്ല, ഗ്രീൻ കളറിലുള്ളതൊക്കെ കിട്ടാറുണ്ടല്ലോ. ആ ഒരു രീതിയൊക്കെയാണ് നമുക്ക് തോന്നുക. ഒരു ജെല്ലി കൺസിസ്റ്റൻസിയാണ് ഹെയർ ഗ്രോ ജെല്ല് കേട്ടോ. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഹെയർ കിട്ടും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കുക. ഹെയർ ലോസിനും നല്ലതാണ്, നരയ്ക്ക് മാത്രമല്ല. നരയ്ക്കിപ്പോൾ ഞാൻ യൂസ് ചെയ്തുകൊണ്ടാണ് അത് നരയ്ക്ക് ഗുണമുള്ളതാണെന്ന് എനിക്കറിയാവുന്നത്. അപ്പോൾ നരയ്ക്ക് മാത്രമല്ല, മുടിയുടെ ഹെൽത്തിനും ഒക്കെ നല്ലതാണ്, ഹെയർ ലോസിനും ഒക്കെ നല്ലതാണ്. എപ്പോഴും ഹോമിയോ ആകുമ്പോൾ വലിയ സൈഡ് എഫക്റ്റും ഒന്നും ഉണ്ടാവില്ല. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം. എന്ത് മെഡിസിൻ ആണെങ്കിലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുക. ഒരു 5-6 മാസം നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുക. അതിനുശേഷം റിസൾട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയണം കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇതുപോലെയുള്ളതൊക്കെ താല്പര്യമുള്ള ഫ്രണ്ട്സിനും ഫാമിലിയിലുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മുന്നോട്ടുള്ള വീഡിയോസൊക്കെ തുടർച്ചയായിട്ട് കാണുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ആ ഹൈ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. നേരത്തെ ഇട്ട വീഡിയോസൊക്കെ കാണാത്തവർ അതെല്ലാം ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് എന്തെങ്കിലും ഇടണം എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും താല്പര്യമുള്ള ടോപ്പിക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.